വളരെ കൃത്യമായ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് പുനരധിവാസം എന്ന് പറയുന്നത് സാധാരണ ഒരു പുനരധിവാസം പോലെ ആകരുത്. കാരണം ഇതിൽ ഒരുപാട് പേർ വീട്ടിൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾ നഷ്ടപ്പെട്ട വീടുകളുണ്ട്. അവരെന്ത് ചെയ്യും? വാടക കൊടുത്താൽ വാടക വീട്ടിൽ പോയി എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ മാത്രമായവരുണ്ട്, അനാഥരായ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്, മക്കളുടെ മക്കളും നഷ്ടപ്പെട്ടവർ. അവർക്ക് സ്വയം തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. സർക്കാർ ചെയ്യേണ്ടത് ഒരു 400-450 കുടുംബങ്ങളാണ് ഇങ്ങനെ വരുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച് ചെയ്യണം. അതിൽ കുറേ കുടുംബങ്ങൾക്ക് കുടുംബനാഥന്മാരുണ്ടാവും. നമുക്ക് ആവശ്യമായ സഹായം കൊടുത്ത് റെൻറ്റിന് വീടെടുത്ത് റെൻറ്റ് കൊടുത്ത് അവർക്ക് വീട് വെച്ച് മാറുമ്പോൾ അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ ആ വീട്ടിലേക്ക് ആവശ്യം ഒരു പാത്രം പോലും ഉണ്ടാവില്ല, ഒരു തുണി പോലും ഉണ്ടാവില്ല, അത് ആവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ അതിനാവശ്യമായ സഹായ കുടുംബത്തിന് ഒരു വാടക വീട്ടിൽ പോയോ അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ആവശ്യമായ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ തൊഴിൽ, കുറേ പേർക്ക് തൊഴിൽ കൊടുക്കേണ്ടി വരും, സർക്കാർ തൊഴിൽ കൊടുക്കേണ്ടി വരും, കുറേ പേർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കേണ്ടി വരും. കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ കൃഷി ചെയ്ത് ജീവിച്ചവരുണ്ട്. അവർക്ക് ഏതെങ്കിലും സ്ഥലം ഗവൺമെൻറ് മുൻകൈയെടുത്ത് അല്ലെങ്കിൽ ഏജൻസികൾ മുൻകൈയെടുത്ത് കൃഷി ചെയ്ത് പാട്ടത്തിലാണെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥ വേണം. അപ്പം ഇങ്ങനെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സ്ഥലം എടുത്തിട്ട് കുറച്ച് പൊതുവായ സ്ഥലം, കുറച്ച് കുട്ടികൾക്ക് കളിക്കാനും സ്കൂളും അതുപോലെ ചെറിയ അംഗൻവാടിയും ഒരു പൊതുസ്ഥലവും എല്ലാം ഉപദേശിച്ചുള്ള ഒരു സ്ഥലമാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച 100 വീട് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് കൂടി ആലോചിച്ചിട്ട് വേണ്ട രീതിയിൽ ഞങ്ങളത് വളരെ ഫലപ്രദമായി ചെയ്യണം, ഒരു മോഡലായി ചെയ്യണമെന്നാണ്. സർക്കാരും അതുപോലെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത് ഈ പുനരധിവാസം എന്ന് പറയുന്നത് സമഗ്രമായൊരു ഫാമിലി പാക്കേജാക്കി ചെയ്താൽ മാത്രമാണ് അത് ഫലപ്രദമാകുന്നത്.